Hi all, welcome back to another session of hydraulics. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നോച്ചസ് ആൻഡ് വിയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ അതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം കുറച്ച് ഡിസ്ചാർജ് ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്തു. ആ ഡിസ്ചാർജ് ഇക്വേഷൻ ഒക്കെ എല്ലാം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജനറൽ അസംഷനിൽ അല്ലെങ്കിൽ ജനറൽ കണ്ടീഷനിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ട്രപ്പീസോയിഡൽ നോച്ചിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു, അതിന് മുന്നത്തെ ക്ലാസ്സിൽ റെക്ടാങ്കുലർ കണ്ടു, ട്രയാങ്കുലർ കണ്ടു. ഇങ്ങനെ പല കേസസിൽ നമ്മൾ ഡിറൈവ് ചെയ്തത് ഏറ്റവും ബേസിക് കേസസ് ആണ്. ഇനി കുറച്ച് കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാത്ത, ജനറൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഇക്വേഷനിലെ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ്. ഇത് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എൻ കോൺട്രാക്ഷന്റെ എഫക്റ്റ് ആണ്. സോ ഇങ്ങനെ പല എഫക്ട്സ് എങ്ങനെയാണ് ഡിസ്ചാർജ് ഇക്വേഷനിൽ മാറ്റം വരിക എന്നാണ് ഇനിയുള്ള രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ളത് അത് രണ്ടുമാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഡിസ്കസ് ചെയ്യുന്നു. സോ എന്താണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമ്മൾ ആദ്യം കാണും. അതിനുശേഷം വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ചും കൂടെ കൺസിഡർ ചെയ്താൽ എന്ത് മാറ്റമാണ് ആ ഇക്വേഷൻസിൽ വരിക എന്ന് കാണും. അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും സോൾവ് ചെയ്യും. സോ ദാറ്റ് വിൽ ബി ടുഡേയ്സ് ക്ലാസ്. സോ ലെറ്റ് us first see what is velocity of approach. Okay. സോ വെലോസിറ്റി അപ്രോച്ച് രണ്ട് വാക്ക് നിങ്ങൾ നല്ല പരിചയമുള്ള വാക്കുകളാണ് അല്ലേ. സോ എന്തോ ഒരു സാധനം അപ്രോച്ച് ചെയ്യുന്നു, അതിന്റെ വെലോസിറ്റി, അതാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ ഒന്ന് ആദ്യം കാണാം. സോ വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്? Velocity of approach is defined as the velocity with which water approaches the weir or notch before it flows over it. Okay. നമ്മൾ നോച്ച് വേറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, എന്താണത്, അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ അല്ലേ. സാധാരണ നമ്മൾ എവിടെയാ കൊടുക്കുക, ഒന്നുകിൽ ഒരു റിവർ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ചാനൽ, ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലത്താണ് കൊടുക്കുക. ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ ആ ഒഴുകി വരുന്ന വെള്ളത്തിന് ഈ വിയറിലെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നോച്ചിലെത്തുന്നതിന് മുമ്പ് ഒരു വെലോസിറ്റി ഉണ്ടാവും അല്ലേ. സോ വെൻ ദേ ആർ അപ്രോച്ചിങ് ദിസ് നോച്ച് ഓർ വെൻ ദേ ആർ അപ്രോച്ചിങ് ദിസ് വിയർ, ഇറ്റ് ഈസ് ഹാവിങ് എ വെലോസിറ്റി. ഒരു വെലോസിറ്റിയിലാണ് ആ വെള്ളം ഒഴുകി വരുന്നത്. സോ ആ വെലോസിറ്റിയിൽ ഒഴുകി വരുന്ന വെള്ളമാണ് നോച്ചിന്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ വിയറിന്റെ മുകളിൽ കൂടെ ഒഴുകുന്നത് അല്ലെ. സോ ആ വരുന്ന വെലോസിറ്റിക്ക്, ആ വെള്ളം ഒഴുകി വരുന്ന വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഓറിഫൈസസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഓറിഫൈസിന്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിന് നമ്മൾ ബെർണൗളിസ് തിയറം രണ്ട് സെക്ഷൻസ് എടുത്ത് ചെയ്യാറുണ്ട് അല്ലെ. ഒരു സെക്ഷൻ എവിടെയായിരുന്നു, ഓറിഫൈസിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു സെക്ഷൻ, ഓറിഫൈസിൽ എത്തിക്കഴിഞ്ഞിട്ട് ഓറിഫൈസിൽ നിന്ന് പോയി വിനാ കോൺട്രാക്ടർ സെക്ഷനിലുള്ള ഒരു സെക്ഷൻ. അങ്ങനെയാണ് നമ്മൾ 1 ഉം 2 എടുത്തിട്ട് ബെർണൗളിസ് തിയറം അപ്ലൈ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്കറിയാം P1/ρg പ്ലസ് V1² പ്ലസ് Z1 is equal to P2/ρg plus V2²/2g plus Z2. ഇതാണ് സാധാരണ ബെർണൗളിസ് ഇക്വേഷൻ എഴുതുക. ആ സമയത്ത് നമ്മൾ കുറെ സാധനങ്ങൾ വെട്ടിക്കളഞ്ഞിരുന്നു. അതിലൊന്നായിരുന്നു ഒന്നാമത്തെ പോയിന്റിലെ വെലോസിറ്റി. ഒന്നാമത്തെ പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ട് മുന്നേ ഉള്ള വെലോസിറ്റി. അതെന്തുകൊണ്ടാണ് നമ്മൾ കളഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എഴുതാൻ കാരണം എന്തായിരുന്നു? അത് ആ ഒരു ചാനൽ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ വെലോസിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 0 ആയിട്ട് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു വെലോസിറ്റി ഹെഡിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ? ഓറിഫൈസസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ആ സമയത്ത് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ വെലോസിറ്റി അറ്റ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എന്താ, ആ ഹെഡ് അപ്പാടെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. കാരണം അവിടുത്തെ വെലോസിറ്റി വളരെ നെഗ്ലിജിബിൾ ആണ് എന്നൊരു കാരണം പറഞ്ഞില്ല. പക്ഷേ ഈ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ഇപ്പൊ നോച്ചോ വേറോ വരുമ്പോൾ ഓറിഫൈസ് കുഴപ്പമില്ല, ഓറിഫൈസ് സാധാരണ ആംഗിളൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ നോച്ചസിലോ വേറസിലോട്ടോ വരുമ്പോൾ നോച്ചിലും വേറിലും നമ്മൾ ഫ്ലോ ചെയ്യുന്ന ഒരു സ്ട്രീമിന്റെ ഇടയ്ക്ക് അല്ലെ, ഒന്നുകിൽ പുഴയായിരിക്കാം അല്ലെങ്കിൽ ഓപ്പൺ ചാനൽ ആയിരിക്കാം, അതിന്റെ ഫ്ലോ പാത്തിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വിയർ അല്ലെങ്കിൽ നോച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ വെള്ളം ഒഴുകി വരുന്നുണ്ട്, അപ്പൊ അതിനൊരു വെലോസിറ്റി ഉണ്ട്. സോ ആക്ച്വലി ആ വെലോസിറ്റിയും കൂടെ കൺസിഡർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിസ്ചാർജ് കറക്റ്റ് ആവത്തുള്ളൂ. അതായത് ആ വെലോസിറ്റി കൊണ്ടുണ്ടാവുന്ന ഹെഡ്, സാധാരണ വെലോസിറ്റി ഹെഡ് എന്താ, V²/2g അല്ലെ. സോ ഈ വരുന്ന വെലോസിറ്റി കൊണ്ടുണ്ടാവുന്ന വെലോസിറ്റി ഹെഡും കൂടെ കൺസിഡർ ചെയ്താലേ നമ്മുടെ ഡിസ്ചാർജ് വാല്യൂ കറക്റ്റ് ആവുള്ളൂ. സോ അതാണ് ഈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ട ഡിസ്ചാർജ്
നമ്മൾ ഡിറൈവ് ചെയ്യാൻ നേരത്തെ എടുത്ത ഫിഗർ അല്ലേ. അവിടെ സമയത്ത് നമ്മൾ ഒരു ഹെഡ് എടുത്തിട്ടുള്ളൂ, ഹെഡ് എച്ച്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഫ്ലോ വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ആ സമയത്ത് നമ്മൾ ഒറ്റ ഹെഡ് എടുത്തിട്ടുള്ളൂ, ആ ഹെഡിനെ നമ്മൾ എച്ച് എന്ന് വിളിച്ചു. ആ ഹെഡ് എന്തായിരുന്നു? ആക്ച്വലി നമ്മൾ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ഒരു വിയർ കിട്ടുമ്പോൾ ആ വിയർ അവിടെ ഉള്ളത് കൊണ്ട് വെള്ളത്തിന്റെ ലെവൽ പതുക്കെ പതുക്കെ കൂടി വിയറിന്റെ മുകളിലൊരു ലെവൽ റൈസ് ഉണ്ടാവും. ആ ക്രസ്റ്റ് തൊട്ട് ആ വാട്ടറിന്റെ ടോപ്പ് വരെയുള്ള ഹെഡാണ് ഹെഡ് ഓവർ ദ വിയർ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. സോ ആ സമയത്ത് ഒരു വെലോസിറ്റീനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, ഒഴുകി വരുന്ന വെലോസിറ്റീനെ കൺസിഡർ ചെയ്യുന്നില്ല. ആ ഹെഡ് എന്തുകൊണ്ട് മാത്രമാണ്? ഈ വിയർ കൺസ്ട്രക്ട് ചെയ്തപ്പോഴുള്ള ലെവൽ ഡിഫറൻസ് ആണ് ആ ഹെഡ് എന്ന് പറയുന്നത് അല്ലേ. സോ all those equations that we derived till now was not considering this velocity of approach concept. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസിൽ അല്ലെങ്കിൽ ഈ ഹെഡിൽ എന്താണ് മാറ്റം വരിക എന്ന് നമുക്ക് നോക്കാം. സോ ഫ്ലോ വിത്ത് കൺസിഡറേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഓക്കെ, സോ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്താണെന്ന് പറഞ്ഞേ, ഈ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് വെള്ളത്തിന് വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ ഈ നോച്ചിന്റെ മുകളിൽ അല്ലെങ്കിൽ വിയറിന്റെ മുകളിൽ കൂടെ ഒഴുകുമ്പോഴും ആ വെലോസിറ്റി ആ വെള്ളത്തിനുണ്ട്. സോ ലെറ്റ് ദാറ്റ് വെലോസിറ്റി വി എ. സോ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ വി എ എന്ന് പറഞ്ഞൊരു ടേമിൽ വിളിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഉള്ളത് കൊണ്ട് ദർ ഈസ് എ വെലോസിറ്റി ഹെഡ് ദർ അല്ലെ. വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി വെലോസിറ്റി സ്ക്വയർ ബൈ 2g. സോ വി എ എന്ന് പറയുന്ന വെലോസിറ്റി ഉള്ളത് കൊണ്ട് ദർ ഈസ് എ വെലോസിറ്റി ഹെഡ് ആക്ടിങ് ദർ. അതുകൊണ്ട് ആക്ച്വലി ഇവിടുത്തെ ഹെഡ് എന്ന് പറഞ്ഞാൽ എച്ച് മാത്രമല്ല, പ്ലസ് ഒരു അഡീഷണൽ ഹെഡ് വരുന്നുണ്ട്. ആ അഡീഷണൽ ഹെഡ് എന്തുകൊണ്ടാണ് വരുന്നത്? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൊണ്ടാണ്. സോ സാധാരണ ലെവലിലുള്ള ഹെഡ് നമ്മൾ വേറെ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ വെലോസിറ്റി ഉള്ള വാട്ടർ ആണ് അല്ലെ, വെലോസിറ്റിയിൽ ഒഴുകി വരുന്ന വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് ആ വെലോസിറ്റി കൊണ്ട് ഒരു വെലോസിറ്റി ഹെഡ് ഉണ്ട്. സോ ആ വെലോസിറ്റി ഹെഡ് അഡീഷണൽ ഹെഡായിട്ട് എപ്പോഴും ഈ വിയറിന്റെ മുകളിൽ അല്ലെങ്കിൽ നോച്ചിന്റെ മുകളിൽ ഉണ്ടാവും. സോ ദിസ് എച്ച് ചേഞ്ചസ് ടു എച്ച് പ്ലസ് എച്ച് എ. സോ ആക്ച്വൽ കേസിൽ ഹെഡ് വരിക, ഹെഡ് ഓവർ ദ വിയർ വരിക എച്ച് പ്ലസ് എച്ച് എ ആണ്, ഒരു അഡീഷണൽ ഹെഡ് എച്ച് എ വരും. സോ ആ ഒരു മാറ്റമാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇക്വേഷനിൽ വരിക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞെന്താ, വാട്ടർ വെയറിനെ അപ്രോച്ച് ചെയ്യുന്നു. വാട്ടർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വി എ എന്ന് വിളിക്കുന്നു. ഓക്കെ, നൗ ദ വെലോസിറ്റി വി എ കോസസ് അഡീഷണൽ ഹെഡ് ഓവർ ദ വെയർ അല്ലെ. എച്ച് എന്ന് പറഞ്ഞ ഹെഡ് എച്ച് പ്ലസ് എച്ച് എ ആവുന്നു. ആ എച്ച് എ ആണ് ഇവിടുത്തെ അഡീഷണൽ ഹെഡ്. അതുണ്ടാവാൻ കാരണം എന്താണ്? നമ്മൾ വെലോസിറ്റി ഹെഡ് കൺസിഡർ ചെയ്യുന്നു. വി എ എന്ന് പറഞ്ഞ അപ്രോച്ച് വെലോസിറ്റി കൊണ്ടുണ്ടാവുന്ന ഹെഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ദർ ഈസ് ആൻ അഡീഷണൽ ഹെഡ്. അപ്പൊ ഇനീഷ്യൽ ഹെഡ്, വെള്ളം ഒഴുകുന്നതിന്റെ മുന്നേ ഉള്ള ഇനീഷ്യൽ ഹെഡ് ഓവർ ദ വിയർ എന്തായിരിക്കും? എച്ച് പ്ലസ് എച്ച് എ അല്ലെ. സോ ഇനീഷ്യൽ ഓഫ് ഹെഡ് ഓഫ് വാട്ടർ ബിക്കംസ് എച്ച് പ്ലസ് എച്ച് എ ആൻഡ് ദ ഫൈനൽ ഹെഡ് വിൽ ബി എച്ച് എ. ഈ ഫൈനൽ ഹെഡ് എന്ന് പറഞ്ഞ ഫൈനൽ ഹെഡ് അല്ലെങ്കിൽ ഫൈനൽ ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ വി എ സ്ക്വയർ ബൈ 2g എന്നുള്ളത് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ. നമുക്കറിയാം ഈ വെള്ളം ഒഴുകി വരുന്ന ഒരു യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ ആ വി എ സ്ക്വയർ ബൈ 2g, അതായത് നമ്മുടെ എച്ച് എ ഹെഡ് ഡ്യൂ ടു അപ്രോച്ച് വെലോസിറ്റി, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ ഈ വെയറിന്റെ മുകളിൽ ത്രൂ ഔട്ട് ആ ഹെഡ് ഉണ്ടാവും. വേരിയേഷൻ എന്തിനേ ഉണ്ടാവുള്ളൂ? എച്ച് എ ഉണ്ടാവുള്ളൂ. ഈ വെള്ളം ഒഴുകി പോയാൽ ക്യാപിറ്റൽ എച്ച് 0 ആയി അല്ലെ. സോ സാധാരണ കേസിൽ ഈ ഒരു കേസ് എടുത്താൽ അവിടുത്തെ ഫൈനൽ ഹെഡ് ഹൈറ്റ് ആക്ച്വലി 0 ആണ്. എച്ച് ഹെഡ് ഉണ്ടായിരുന്നു, ആ എച്ച് ഹെഡ് വെള്ളം ഒഴുകി തീർന്നാൽ 0 ആയി. പക്ഷേ ഈ ഒരു കേസിൽ വന്നാൽ വെള്ളം ഒഴുകി തീർന്നാലും ആ നോച്ചിന്റെ മുകളിൽ അല്ലെങ്കിൽ വിയറിന്റെ മുകളിൽ ഫൈനലായിട്ട് എത്ര ഹൈറ്റ് ഉണ്ടാവും? എച്ച് എ എന്ന് പറയുന്ന ഹൈറ്റ് ഉണ്ടാവും. ആ ഹെഡ് എന്തുകൊണ്ടാണ്? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൊണ്ടാണ്. സോ യു ഹാവ് ഇനീഷ്യൽ ഹെഡ് ഓഫ് എച്ച് പ്ലസ് എച്ച് എ, ഫൈനൽ ഹെഡ് മീൻസ് ഫൈനൽ ഹൈറ്റ്. സോ വാട്ടർ ഇപ്പം വെള്ളം മൊത്തം ഒഴുകി പോയെന്ന് നമ്മൾ ഇമാജിൻ ചെയ്താൽ, ഇതൊരു ഇമാജിനേഷൻ, അങ്ങനെ ഒരു കേസ് വരുന്നില്ലല്ലോ. എന്നുവെച്ചാൽ വെള്ളം ഒഴുകി തീരാത്ത അവസ്ഥ വരുന്നില്ലല്ലോ. വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അടച്ചു വെക്കണം അല്ലേ. സോ എച്ച് പ്ലസ് എച്ച് എ എന്ന് പറയുന്ന ടോട്ടൽ ഹെഡാണ് ആദ്യമുള്ളത്. അപ്പം വെള്ളം ഒഴുകുന്ന സമയത്ത് ഇവിടുത്തെ ഹൈറ്റ് എച്ച് പ്ലസ് എച്ച് എ ആണ്. സോ ഈ വെള്ളം ഒഴുകി കഴിഞ്ഞാലും അവിടെ എച്ച് എ എന്ന് പറയുന്ന ഹൈറ്റ് ബാക്കി ഉണ്ടാവും. വേറാസ് നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തതിൽ എച്ച് മാത്രമായിരുന്നു ഹൈറ്റ്. ആ ഹൈറ്റ് വെള്ളം ഒഴുകി കഴിഞ്ഞാൽ ആ എച്ച് ഹൈറ്റ് പോയി അല്ലെ. സോ അതാണ് ഇനീഷ്യൽ ഹൈറ്റും ഫൈനൽ ഹൈറ്റും. മനസ്സിലായല്ലോ അല്ലെ. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. സോ ഇതിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ചിന് ഒരു ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്താണ്? വെലോസിറ്റി സാധാരണ നമ്മളെങ്ങനെ പറയാം?
ഡിസ്ചാർജ് Q is equal to AV ആണ്. So what will be velocity? Q by area അല്ലേ? So here velocity of approach VA is equal to Q divided by area of channel. Okay. Q എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആദ്യത്തെ കേസില്ലേ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെ നമ്മൾ ഇതുവരെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കുന്ന Q, അതായത് 2/3 CD L into √2G h⁻³ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തല്ലോ. ആ ഇക്വേഷൻസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജ് അതാണ് Q. ആ Q ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ചാനൽ. സോ ആ ചാനൽ ഇപ്പം ഒരു റെക്ടാങ്കുലർ ചാനൽ ആണെങ്കിൽ അതിന്റെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ചാനൽ കിട്ടും. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് ദ റേഷ്യോ ഓഫ് discharge over the notch or weir neglecting the velocity of approach divided by the area of channel. ഇനി ഒരു അഡീഷണൽ ഹെഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. ഈ വെലോസിറ്റി കൊണ്ട് ഒരു അഡീഷണൽ ഹെഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ അഡീഷണൽ ഹെഡ് എന്തായിരിക്കും? സാധാരണ ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി എന്താണ്? v²/2g. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് va²/2g. സോ അഡീഷണൽ ഹെഡ് HA is equal to va²/2g. സോ ഇതാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്നുള്ള കൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. വി ആർ ജസ്റ്റ് കൺസിഡറിങ് ദ ഹെഡ് ഡ്യൂ ടു അപ്രോച്ച് വെലോസിറ്റി. സോ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിയെ നെഗ്ലക്ട് ചെയ്യായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തത്. സോ ആ വെലോസിറ്റിനെ നമ്മൾ കൺസിഡറേഷനിലോട്ട് എടുക്കുമ്പോൾ ദർ വിൽ ബി എ അഡീഷണൽ ഹെഡ് വിച്ച് ഈസ് ദ v²/2g. സോ ആ ഹെഡും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇക്വേഷൻ മോഡിഫൈ ചെയ്യുക. സോ അങ്ങനെ മോഡിഫൈ ചെയ്ത ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം. സോ discharge equations considering velocity of approach. ഓക്കെ. സോ ആദ്യം നമ്മൾ ഒരു റെക്ടാങ്കുലർ നോച്ച് ഓർ വിയർ എടുക്കാം. റെക്ടാങ്കുലർ ഓഫ് നോച്ച് ഓർ വിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് അതിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ. സോ ഒരു റെക്ടാങ്കുലർ നോച്ചോ വിയറോ ആണെങ്കിൽ അതിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താണ്? ആക്ച്വലി 2/3 CDL into √2G h⁻³ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പ്രോബ്ലം ഒക്കെ ചെയ്താണല്ലോ. സോ വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസെപ്റ്റില് വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുമ്പോൾ ആ റെക്ടാങ്കുലർ നോച്ചിൽ അല്ലെങ്കിൽ വിയറിൽ കൂടെയുള്ള ഡിസ്ചാർജ് നമ്മൾ എടുക്കുന്ന ഈ വാല്യൂ ആണ് 2/3 CDL √2G h⁻³. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്താൽ ആ ഇക്വേഷനിൽ എന്താ മാറ്റം വരാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഓക്കെ. സോ എന്താ മാറ്റം വന്നേ? ഇവിടെ നോക്കി 2/3 CDL √2G 2/3 CDL √2G. അതിനൊരു വ്യത്യാസമില്ല. മാറ്റം വന്നത് എന്തിനേ ഉള്ളൂ? ഈ h⁻³ പകരം ഇവിടെ എന്തായി? h + ha⁻³ മൈനസ് ha⁻³. സോ ഈ എച്ചിന്റെ സ്ഥലത്ത് h + ha⁻³ മൈനസ് ha⁻³ എന്ന് പറഞ്ഞു അഡീഷണൽ ടേം വന്നു. ഓക്കെ. സോ ആ എച്ചിനെ h + ha⁻³ മൈനസ് ha⁻³ എന്ന് നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്ചാർജ് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടും. സോ ഇത് എങ്ങനെയാ വന്നത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയാനാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡെറിവേഷൻ നിങ്ങൾ ഓർമ്മയുണ്ടാവും അല്ലേ. സോ ഇവിടെ നമ്മൾ എച്ചും 0 എടുക്കുന്നുണ്ട്. സോ എച്ച് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഹൈറ്റ് ആണ് അല്ലേ. ആദ്യം ഇവിടെ ഉണ്ടാകുന്ന ഹൈറ്റ്. ഇവിടെ ആക്ച്വലി 0 to h വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും ഈ എച്ച് എന്ന് പറയുന്നത് ആ വെയറിന്റെ മുകളിലുള്ള ഇനീഷ്യൽ ഹൈറ്റ്, 0 എന്ന് പറഞ്ഞാൽ ഫൈനൽ ഹൈറ്റ് എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഇനീഷ്യൽ ഹൈറ്റ് എന്താവും? h + ha ആവും. ഫൈനൽ ഹൈറ്റ് എന്താവും? ha ആവും അല്ലെ. സോ ഇത് h + ha കൊടുക്കുക, ഇത് ha കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഇതിൽ മാറ്റുമ്പോൾ ഈ എച്ചിന് പകരം എന്ത് കിട്ടും? h + ha⁻³ മൈനസ് ha⁻³. അങ്ങനെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർത്തിരിക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ദർ ഇസ് നോ നീഡ് ടു വറി മോർ അബൌട്ട് ദിസ്. സോ നിങ്ങൾ അറിയേണ്ടത് ഈ ഇക്വേഷൻ മാത്രമാണ്. സോ എച്ചിന് പകരം ഇങ്ങനെ ഒരു ടേം നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കും. നമ്മുടെ അഡീഷണൽ ഹെഡ് ഇൻകോപ്പറേറ്റ് ചെയ്യും വെൻ വി ആർ കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഓക്കെ. സോ ഇത് റെക്ടാങ്കുലർ നോച്ചിന്റെ അല്ലെങ്കിൽ വേറിന്റെ കേസ്. ട്രയാങ്കുലർ നോച്ച് ആണെങ്കിലോ? ട്രയാങ്കുലർ നോച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലാത്ത ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഓർത്തെടുത്ത് നോക്കി. ഒരു ടാൻ ഒക്കെ ഉള്ള ഒരു ഇക്വേഷൻ അല്ലേ ഇതല്ലേ? 8/15 CD into tan θ/2 into √2G into h⁻². So without velocity of approach, the equation is 8/15 CD tan θ/2 √2G h⁻². ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ എന്തായിരിക്കും വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്താലുള്ള ഇക്വേഷൻ? ഒരു വ്യത്യാസമില്ല. ഇതുപോലെ തന്നെ എച്ചിന് പകരം ഈ ടേം അങ്ങോട്ട് ഇടാം.
സോ ഇവിടെ 3/2 ആയിരുന്നത് ഇവിടെ 5/2 ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? 8/15 CD into tan theta by 2 into root 2g into h plus ha raised to 5/2i minus ha raised to 5/2. സോ ഇവിടുത്തെ എച്ചിന് പകരം നമ്മൾ h plus ha raised to 3/2 minus ha raised to 3/2 എന്ന് എഴുതിയതുപോലെ ഇവിടെ h raised to 5/2 പകരം എന്ത് എഴുതാം? h plus ha raised to 5/2 minus ha raised to 5/2 എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഡിസ്ചാർജ് ത്രൂ ദ ട്രയാങ്കുലർ നോച്ച് ഓഫ് വിയർ. ഇനി ട്രപ്പീസോയിഡൽ നോച്ച് വന്നു എന്ന് വിചാരിക്കാം. ട്രപ്പീസോയിഡൽ നോച്ചിന്റെ സാധാരണ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതുള്ള ഇക്വേഷൻ നമ്മുടെ എന്തായിരുന്നു? അതിന് റെക്ടാങ്കുലർ പോർഷൻ പ്ലസ് ട്രയാങ്കുലർ പോർഷൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലേ? സോ റെക്ടാങ്കുലർ പോർഷൻ പ്ലസ് ട്രയാങ്കുലർ പോർഷൻ. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്താലോ? ഈ ഇക്വേഷൻ പ്ലസ് ഈ ഇക്വേഷൻ, ദാറ്റ് വിൽ ബി ദ ടോട്ടൽ ഡിസ്ചാർജ് കൺസിഡറിങ് ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. സോ ഈ ഇക്വേഷൻ മാത്രമേ ഇതിൽ ചേഞ്ച് ഉള്ളൂ, അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എച്ചിന് പകരം ഇങ്ങനെ ഒരു പുതിയ ടേംസ് വരുന്നു. ആ ടേം വരാനുള്ള കാരണം ദർ ഈസ് ആൻ അഡീഷണൽ ഹെഡ് ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ലിക്വിഡ് ഓവർ ദ ക്രസ്റ്റ് ഓഫ് വെയർ ഓർ നോച്ച് ആണ്. എൽ ക്രസ്റ്റ് ലെങ്ത് ആണ്. സി ഡി കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. തീറ്റ വരുന്ന ഇവിടെ ട്രയാങ്കുലർ നോച്ചിലാണ് അല്ലേ? ട്രയാങ്കുലർ നോച്ചിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് നോച്ച് ആണ്. ഇനി നമുക്കറിയാം വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഹെഡിന്റെയും എച്ച് എന്റെയും ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് കണ്ടേ ഉള്ളൂ അല്ലെ? വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്താണ്? ക്യൂ ബൈ ഏരിയ ഓഫ് ചാനൽ. വി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ഏരിയ ഓഫ് ചാനൽ ആണ്. ഇവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രോബ്ലം ചെയ്താലും ആദ്യം ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കും നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ വെച്ച്. സോ നിങ്ങൾക്ക് ഒരു ക്യൂ കിട്ടും. ആ ക്യൂ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ചാനൽ കിട്ടിയാൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടും. ആ വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെച്ച് നിങ്ങൾക്ക് ഇവിടെ അഡീഷണൽ ഹെഡ് കാണാം, ദാറ്റ് ഈസ് VA² by 2g. ആ അഡീഷണൽ ഹെഡ് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ത്രൂ പർട്ടിക്കുലർ വെയർ കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് വെച്ചിട്ടുള്ള രണ്ട് പ്രോബ്ലവും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എനിക്കറിയാം ഒരുപാട് ഇക്വേഷൻസ് ആയി, നിങ്ങൾ ഇതുവരെയുള്ളത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇക്വേഷൻ അറിയണം, ഇക്വേഷൻ എവിടെയാണ് അപ്ലൈ ചെയ്യണം എന്നറിയാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു പോർഷൻ എടുത്ത് അതിന്റെ പ്രോബ്ലം അപ്പൊ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. പരീക്ഷാ സമയത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് എൻ്റെയർ സിലബസാണ് വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ടില്ല ഇഷ്ടംപോലെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇപ്പൊ 8/15 അവിടെ 8/15 ആണോ 2/3 ആണോ എന്ന് കൺഫ്യൂഷൻ വരാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻസ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇക്വേഷൻസ് മെമ്മറൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെച്ച് ഇക്വേഷൻ എന്താ മാറ്റം വരിക നിങ്ങൾ ഓർത്ത് വെക്കുക. എച്ചിന് പകരം ഇങ്ങനെ ഒരു ടേം മാറും. ഓക്കെ, വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലെങ്കിൽ എച്ച് ആയിരിക്കും. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്താൽ ആ ടൈമിൽ h plus ha raised to 3/2 minus ha raised to 3/2 എന്നുള്ള ടേം എക്സ്ട്രാ വരും. ആ ഒരു കാര്യം മെമ്മറിയിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. യു ക്യാൻ സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. സോ യുവർ ഫസ്റ്റ് പ്രോബ്ലം ഈസ് ദിസ് വൺ. വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ എ റെക്ടാങ്കുലർ ചാനൽ of 1 meter width and 0.75 meter depth. Find the discharge over a rectangular weir having crest length 60 centimeter if the head of the water over the crest of the weir is 20 centimeter and water from the channel flows over the weir. Take CD is equal to 0.62 and consider velocity of approach. അല്ലേ? സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് നിങ്ങൾ പ്രോബ്ലത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു സെന്റൻസ് അവസാനം ഉണ്ടാവും, വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാൻ. അല്ലെങ്കിൽ നെഗ്ലക്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ എങ്ങനെയാണോ പ്രോബ്ലം ചെയ്തത് അതുപോലെ ചെയ്താൽ മതി. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് ടേക്കൺ കെയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ പുതിയ ഇക്വേഷൻസ് ഉപയോഗിക്കണം. ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ പ്രോബ്ലത്തിൽ കാണാം. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. സോ ഇവിടെ നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട്. വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ എ റെക്ടാങ്കുലർ ചാനൽ ഓഫ് വിഡ്ത്ത് 1 meter. ഇപ്പൊ ചാനലിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ടല്ലേ? സോ വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ചാനൽ? 1 meter. ഡെപ്ത് തന്നിട്ടുണ്ട് 0.75 meter. സോ ഡെപ്ത് ഓഫ് ചാനൽ എത്രയാണ്? ഡെപ്ത് ഓഫ് ചാനൽ ആണ് 0.75 meter. പിന്നെ എന്താ തന്നിരിക്കുന്നത്? അടുത്ത ക്രസ്റ്റ് ലെങ്ത് ആണ്. പക്ഷെ നമുക്ക് വിഡ്ത്തും ഡെപ്തും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ ആവശ്യമുള്ളൊരു സാധനം കിട്ടും. അതെന്താണ്? ഏരിയ ഓഫ് ചാനൽ അല്ലേ? നമ്മുടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ഏരിയ വേണമല്ലോ. സോ ആ ഏരിയ ആണ് ഇത്. സോ വിഡ്ത്ത് അറിയാം,
ഡെപ്ത് അറിയാം. വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് എന്താണ്? ഏരിയ. സോ 1 ഇൻറ്റു 0.75 മീറ്റർ സ്ക്വയർ ആണ് ചാനലിന്റെ ഏരിയ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്രസ്റ്റ് ലെങ്ത് ആണ് അല്ലേ. സോ ക്രസ്റ്റ് ലെങ്ത് സാധാരണ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 മീറ്റർ. 60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.6 മീറ്റർ. അടുത്തത് ഹെഡ് ഓഫ് ദ വാട്ടർ ഓവർ ദ ക്രസ്റ്റ് ഓഫ് ദ വെയർ. സോ ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് അതെന്താണ്? നമ്മുടെ സാധാരണ എച്ച് അല്ലേ. സോ ഹെഡ് ഓഫ് ഓവർ വെയർ എച്ച് ഈസ് ഈക്വൽ ടു 0.2. പിന്നെ തന്നിരിക്കുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്, അത് 0.62. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്ചാർജ് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് അപ്രോച്ചിന്റെ ഇക്വേഷൻ എന്താ? Q ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ചാനൽ. അതിൽ ഏരിയ ഓഫ് ചാനൽ ഓൾറെഡി ഉണ്ട്. Q എന്താണ്? ഓർത്ത് നോക്കിയേ. Q എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്നാ പറഞ്ഞത്? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജ് ആണ് Q എന്ന് പറഞ്ഞ. സോ അതിന് ഇക്വേഷൻ ഏതാണ്? പഴയ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇതൊരു റെക്ടാങ്കുലർ ചാനലാണ്, സോ റെക്ടാങ്കുലർ വെയർ ആണ്. ഇപ്പോൾ റെക്ടാങ്കുലർ വെയറിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ അതെന്താണ്? ഡിസ്ചാർജ് വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് ഈക്വൽ ടു 2/3 CDL √2G h⁻3/2 നമ്മുടെ ഇക്വേഷൻ അല്ലേ. സോ ഇവിടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ല. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നു. നമുക്ക് നോക്കാം. 2/3 CD എത്രയാണ്? 0.62. L എത്രയാണ്? 0.6 ക്രസ്റ്റ് ലെങ്ത് ഇൻറ്റു √2 ഇൻറ്റു 9.81. ഹെഡ് ഓവർ ദ വെയർ 0.2 റേസ് ടു 3/2 അല്ലേ. ഇതാണ് ഡിസ്ചാർജ് ഇക്വേഷൻ. So without velocity of approach, our discharge comes around 0.0982 meter cube per second. So 0.0982 meter cube per second ആണ് നമ്മുടെ Q എന്ന് പറയുന്ന വാല്യൂ. ഇപ്പോൾ Q കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കാം. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് VA is equal to Q divided by area of channel. നിങ്ങൾക്ക് Q അറിയാം, ഏരിയ ഓഫ് ചാനലും അറിയാം. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. Q എത്രയാണ്? 0.0982. ഏരിയ ഓഫ് ചാനൽ 0.75. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.1309 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ആണല്ലേ. വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടി. നമുക്കിനി എന്ത് വേണം? അഡീഷണൽ ഹെഡ്. അഡീഷണൽ ഹെഡ് എന്താണ്? HA. സോ അഡീഷണൽ ഹെഡ് HA എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് VA²/2G. സോ VA²/2G കണ്ടുപിടിക്കുക. That comes around 8.73 into 10⁻⁻4 meter. ഇത് ഹെഡ് ആണ്, സോ യൂണിറ്റ് വിൽ ബി മീറ്റർ. ഓക്കെ. സോ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. HA കിട്ടി, ബാക്കി L, H, CD എല്ലാം ഉണ്ട്. സോ യു ക്യാൻ നൗ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദ ഡിസ്ചാർജ് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. സോ റെക്ടാങ്കുലർ വെയറിന്റെ ഡിസ്ചാർജ് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്താ? ഈ ഇക്വേഷനിൽ Hന് പകരം H + HA⁻3/2 -HA⁻3/2 എന്ന് അങ്ങോട്ട് കൊടുക്കുക അല്ലേ. സോ 2/3 CDL √2G h + HA⁻3/2 -HA⁻3/2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. സോ 2/3 CD 0.62, L 0.6, √2 ഇൻറ്റു 9.81. H നമ്മുടെ ഹെഡ് 0.2. HA നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 8.73 ഇൻറ്റു 10⁻⁻4 all⁻3/2 മൈനസ് HA⁻3/2 അല്ലേ. 8.73 ഇൻറ്റു 10⁻⁻4 3/2. So the value comes around 0.0989 meter cube per second. So velocity of approach consider ചെയ്തില്ലെങ്കിൽ ഡിസ്ചാർജ് എത്രയായിരുന്നു? 0.0982. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 0.0989. സോ ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട് അല്ലേ. സോ ഈ ചെറിയ ഇൻക്രീസ് ആയതുകൊണ്ടാണ് യൂഷ്വലി നമ്മൾ ഇത് നെഗ്ലക്ട് ചെയ്തിട്ട് എടുക്കുന്നത്. സോ അക്യുറേറ്റ് റിസൾട്ട് വരണമെങ്കിൽ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൂടെ എടുക്കണം. സോ ആ ഒരു ചെറിയ ഡിഫറൻസ് ഇപ്പോൾ ലിറ്ററിലോട്ട് ആക്കിയാൽ ഇത് 98.9 ലിറ്റർ ആണ്, ഇത് 98.2 ലിറ്റർ ആണ്. ഒരു 0.5 ലിറ്റേഴ്സിന്റെ വ്യത്യാസം വരുന്നുണ്ട് ഒരു സെക്കൻഡിൽ. സോ ആ ഒരു അക്യുറസി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ചും കൂടെ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യുക. സോ ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ ചെയ്യാല്ലേ. ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ആ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ആ ഇക്വേഷൻ ഇതാണ്. 2/3 CDL √2G h + HA⁻3/2 -HA⁻3/2. ഇതിൽ നമുക്ക് HA കിട്ടണം. HA എങ്ങനെ കണ്ടുപിടിക്കുക? VA²/2G. VA എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് എങ്ങനെ കണ്ടുപിടിക്കുക? Q/ഏരിയ ഓഫ് ചാനൽ. സോ Q എങ്ങനെ കണ്ടുപിടിക്കുക? Q എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാത്ത നമ്മുടെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുക.
ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആ ഒരു പ്രോബ്ലത്തിന് പ്രത്യേകതയുണ്ട്. അതിന്റെ ഫസ്റ്റ് സെന്റൻസ് തന്നെയാണ് അതിന്റെ പ്രത്യേകത. എ ഷാർപ്പ് ക്രസ്റ്റഡ് സപ്രസ്ഡ് റെക്ടാങ്കുലർ വിയർ. സോ ഷാർപ്പ് ക്രസ്റ്റഡ് സപ്രസ്ഡ് റെക്ടാങ്കുലർ വിയർ ഇതെന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് നോച്ചസ് ഓഫ് വിയേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പല ടൈപ്പ് പറഞ്ഞു. അതിലുള്ള വാക്കുകളാണ് ഇതൊക്കെ. ഷാർപ്പ് ക്രസ്റ്റഡ് ഒരു ടൈപ്പാണ് അല്ലേ, സപ്രസ്ഡ് വിയർ ഒരു ടൈപ്പാണ്, റെക്ടാങ്കുലർ വിയർ വേറൊരു ടൈപ്പാണ്. സോ അങ്ങനെയുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയയ്ക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുകയാണ്. So you are given a sharp crested suppressed rectangular weir of 1 meter height which extends across a rectangular channel of 3 meter width. So 3 meter width ഉള്ള ചാനലിൽ ഒരു rectangular weir 1 meter height ഉള്ളത്. If the head of water over the weir is 0.45 meter, calculate discharge considering velocity of approach. So velocity of approach consider ചെയ്ത് discharge കണ്ടുപിടിക്കുക. CD value തന്നിട്ടുണ്ട്. Okay. So what is sharp crested suppressed rectangular weir? So rectangular weir എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ റെക്ടാങ്കുലർ വിയറും ട്രയാങ്കുലർ വിയർ ഒക്കെ തന്നെ. സോ അത് തന്നെയാണ് സാധനം. പക്ഷെ ഇവിടെ പുതിയ രണ്ട് വാക്കുണ്ട്. ഷാർപ്പ് ക്രസ്റ്റഡ് ആണ്, സപ്രസ്ഡ് ആണ്. അത് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ സപ്രസ്ഡ് വിയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സപ്രസ്ഡ് വിയർ, കോൺട്രാക്റ്റഡ് വിയർ, നിങ്ങൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കോൺട്രാക്റ്റഡ് വിയർ എന്ന് പറഞ്ഞാൽ അതിന് എൻഡ് കോൺട്രാക്ഷൻസ് ഉണ്ടാവും. ആ എൻഡ് കോൺട്രാക്ഷൻസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ക്യാൻ സീ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് ഓൺ ദാറ്റ് ക്ലാസ്. നിങ്ങൾ ടൈപ്സിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് തിരിച്ചു പോയി, ഈ മൊഡ്യൂളിന്റെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് തിരിച്ചു പോയാൽ അവിടെ നിങ്ങൾക്ക് എന്താണ് സപ്രസ്ഡ് വിയറും എൻ കോൺട്രാക്ഷൻ ഉള്ള വിയറും തമ്മിലുള്ള വ്യത്യാസം കാണാം. സോ സപ്രസ്ഡ് വിയറിന്റെ പ്രത്യേകത L ഈസ് ഈക്വൽ ടു B, അതായത് ലെങ്ത് ഓഫ് ചാനൽ വിൽ ബി ഈക്വൽ ടു ദ ക്രസ്റ്റ് ലെങ്ത് അല്ലെ. ബി എന്ന് വെച്ചാൽ ചാനലിന്റെ വിട്ടാണ്. ആ ചാനലിന്റെ വിട്ടും നമ്മുടെ വിയറിന്റെ അല്ലെങ്കിൽ നോച്ചിന്റെ ക്രസ്റ്റ് ലെങ്ത്തും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സപ്രസ്ഡ് വിയർ എന്ന് വിളിക്കുക. സോ ഇതാണ് സപ്രസ്ഡ് വിയർ. അടുത്ത ഷാർപ്പ് ക്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് ക്രസ്റ്റഡിന്റെ അർത്ഥം എന്താ? ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ. സോ എഡ്ജ് ഷാർപ്പ് ആയിരിക്കും. സോ ക്രസ്റ്റിന്റെ ഷേപ്പ് ഇതുപോലെ ഒരു ഷാർപ്പ് എഡ്ജ് ആയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ ഷാർപ്പ് ക്രസ്റ്റഡ് ആയിരിക്കും പറയും. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ ആണെങ്കിൽ അതിന് ഡിസ്ചാർജ് കാൽക്കുലേഷൻ സാധാരണ വിയറിന്റെ കാൽക്കുലേഷൻ ഇല്ലേ, അതുപോലെ തന്നെയാണ്. നമുക്ക് പുതിയതായിട്ട് ഒരു അഡീഷനും വേണ്ട കാര്യമില്ല. സോ സെയിം ഇക്വേഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ എപ്പോൾ കണ്ടാലും, ഇപ്പോൾ ഷാർപ്പ് ക്രസ്റ്റഡ് ട്രയാങ്കുലർ വിയർ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സാധാരണ ട്രയാങ്കുലർ വിയറിന്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. ഷാർപ്പ് ക്രസ്റ്റഡ് റെക്ടാങ്കുലർ വിയർ എന്ന് ചോദിച്ചാൽ റെക്ടാങ്കുലർ വിയറിന്റെ സാധാ ഇക്വേഷൻ എടുക്കുക. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ. സോ അത് ഓർത്തിരിക്കുക. ഷാർപ്പ് ക്രസ്റ്റഡ് വിയറിന് നമ്മൾ സാധാരണ പഴയ ഇക്വേഷൻസ് തന്നെ യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ. സോ ഇതാണ് ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ ആൻഡ് ഇറ്റ് ഈസ് എ സപ്രസ്ഡ് വിയർ. ഓക്കെ. ഇത് തന്നിരിക്കുന്നത് എന്താ? സപ്രസ്ഡ് വിയറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു വിയറിന്റെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 മീറ്റർ. ഓക്കെ. സോ വിയറിന്റെ ഹൈറ്റ് 1 മീറ്റർ. ഇനി ചാനലിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 3 മീറ്റർ. സോ ചാനലിന്റെ വിഡ്ത്ത് 3 മീറ്റർ ആണ്. നമുക്കറിയാം ഒരു സപ്രസ്ഡ് വിയറിൽ ചാനലിന്റെ വിഡ്ത്ത് തന്നെയാണ് എന്ത്? ചാനലിന്റെ ക്രസ്റ്റ് ലെങ്ത്. സോ ക്രസ്റ്റ് ലെങ്ത് L ഈസ് ഈക്വൽ ടു B ഈസ് ഈക്വൽ ടു 3 മീറ്റർ. അപ്പൊ നമുക്ക് L കിട്ടി. ഇനി ഹെഡ് ഓവർ ദ വിയർ. ഹെഡ് ഓവർ ദ വിയർ എന്താണ്? H ആണ് അല്ലെ. H ഈസ് ഈക്വൽ ടു 0.45 മീറ്റർ. സോ ഇവിടുത്തെ H എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിയറിന്റെ മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ. സോ H ഈസ് ഈക്വൽ ടു 0.45 മീറ്റർ. സോ ഇനി നമുക്ക് വേണ്ടത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഒക്കെ കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ വേണം അല്ലേ. സോ സാധാരണ നമ്മൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ചാനലിന്റെ ഏരിയ വേണം. ചാനലിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ചാനലിന്റെ ഡെപ്ത് ഇൻറ്റു ചാനലിന്റെ വിഡ്ത്ത്. സോ ചാനലിന്റെ വിഡ്ത്ത് നിങ്ങൾക്ക് ഇവിടെ അറിയാം 3 മീറ്റർ. ചാനലിന്റെ ഡെപ്ത് തന്നിട്ടുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പൊ ചാനലിന്റെ ഡെപ്ത് പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാം. ചാനലിന്റെ ഡെപ്ത് D ആണെങ്കിൽ ഇതാണ് ചാനൽ ഡെപ്ത് അല്ലേ. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാം. ഈ 1 + 0.45 അല്ലേ. സോ ഡെപ്ത് ഓഫ് ദ വിയർ പ്ലസ് ഹെഡ്, അതാണ് ചാനൽ ഡെപ്ത്. സോ ഡെപ്ത് ഓഫ് ദ ചാനൽ D ഈസ് ഈക്വൽ ടു 0.45 + 1 വിച്ച് കംസ് അറൌണ്ട് 1.45 മീറ്റർ. സോ ഡെപ്ത് കിട്ടി, വിഡ്ത്ത് കിട്ടി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. 1.45 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.35 മീറ്റർ സ്ക്വയർ. സോ ചാനലിന്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? Q കണ്ടുപിടിക്കണം. Q
ക്യൂ എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാത്ത ഡിസ്ചാർജ് ഇക്വേഷൻ. അതെന്താണ്? 2/3 CDL into root 2G h/3/2. ഈ ഇക്വേഷൻ എടുക്കാൻ കാരണം റെക്ടാങ്കുലർ വിയർ ആണ്. ഓക്കെ, ട്രയാങ്കുലർ ആണെങ്കിൽ ട്രയാങ്കിൾ ഇക്വേഷൻ എടുക്കുക, അത്രേ ഉള്ളൂ. സോ 2/3 CDL root 2G h/3/2. സോ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.623 3 into root of 2 into 9.81 0.45 raised to 3/2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 1.666 meter cube per second. സോ ഡിസ്ചാർജ് വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എത്രയാണ്? 1.666 meter cube per second ആണ്. സോ ഇനി നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണം അല്ലേ? വെലോസിറ്റി ഓഫ് അപ്രോച്ചിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്ചാർജ് ബൈ ഏരിയ ഓഫ് ചാനൽ, ക്യൂ ബൈ ഏരിയ ഓഫ് ചാനൽ. സോ ക്യൂ 1.666, area of channel 4.35. Substitute here, you will get the answer as 0.383 meter cube per, sorry, velocity ആണ്, അപ്പോൾ meter per second. So VA is equal to 0.383 meter per second. Velocity of approach കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? അഡീഷണൽ ഹെഡ്. അഡീഷണൽ ഹെഡ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? HA. HA is equal to V square by 2G. So VA square എത്രയാണ്? 0.38 square divided by 2 into 9.81. It comes around 7.48 into 10 raised to minus 3 meter. Okay, so additional head കിട്ടി, velocity of approach കിട്ടി. Just substitute in our equation for the discharge considering velocity of approach. So discharge equation considering velocity of approach നമ്മൾ എടുത്തു. ഇക്വേഷന്റെ വ്യത്യാസം h-ന് പകരം h plus h raised to 3/2 minus h raised to 3/2 എന്ന് വരും അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എല്ലാ വാല്യൂസും. 2/3 0.623 into 3 root of 2 into 9.81. h എന്ന് പറഞ്ഞാൽ 0.45 ആണ്. HA എന്ന് പറഞ്ഞാൽ 7.48 into 10 raised to minus 3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, you will get the answer as 1.704 meter cube per second. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തില്ലായിരുന്നെങ്കിൽ 1.66 meter cube per second ആവുമായിരുന്നു അവിടുത്തെ ഡിസ്ചാർജ്. അക്യുറേറ്റ് ഡിസ്ചാർജ് എത്രയാണ്? വെലോസിറ്റി ഓഫ് അപ്രോച്ചും കൂടെ കൺസിഡർ ചെയ്താൽ 1.704 meter cube per second ആയിരിക്കും. ഓക്കെ, സോ ഈ പ്രോബ്ലം കഴിയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഷാർപ്പ് ക്രസ്റ്റഡ് വെയർ ആണെങ്കിൽ നിങ്ങളുടെ യൂഷ്വൽ ഡിസ്ചാർജ് ഇക്വേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, റെക്ടാങ്കുലർ ആണെങ്കിൽ റെക്ടാങ്കുലറിന്റെ, ട്രയാങ്കുലർ ആണെങ്കിൽ ട്രയാങ്കുലറിന്റെ ഉപയോഗിക്കാം. ഓക്കെ, സോ സപ്രസ്ഡ് ആണെങ്കിൽ L will be equal to B. ഇത്രയും കാര്യങ്ങൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് എടുക്കുക. ബാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസിന് വേണ്ടി ഒരു പ്രോബ്ലം തരുന്നുണ്ട്. ഇതും സപ്രസ്ഡ് വെയർ ആണ്, ചെയ്തു നോക്കുക. അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്ത് ഡിസ്ചാർജ് എത്ര വരുമെന്ന് നിങ്ങളുടെ ആക്ടിവിറ്റി അവറിൽ നിങ്ങൾ ചെയ്തിട്ട് ആൻസർ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, യൂഷ്വൽ സാധാരണ പോലെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഞാൻ റിട്ടേൺ ചെയ്യാം. ഓക്കെ, വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിങ് ടുഡേയ്സ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് നേരത്തെ പറഞ്ഞതുപോലെ എൻഡ് കോൺട്രാക്ഷന്റെ എഫക്റ്റ്. ഇന്ന് വെലോസിറ്റി ഓഫ് അപ്രോച്ചിന്റെ എഫക്റ്റ് പഠിച്ചതുപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എൻഡ് കോൺട്രാക്ഷൻസ്, അതായത് L B ആവാത്ത കേസിൽ ആക്ച്വലി എൻഡ് കോൺട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ എൻഡ് കോൺട്രാക്ഷൻ വഴി ലോസസ് നടക്കുന്നുണ്ട്. അത് ഡിസ്ചാർജിനെ എങ്ങനെ ബാധിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ബേസിൻസ് ഇക്വേഷനും അതുപോലെ ഫ്രാൻസിസ് ഇക്വേഷനും. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിക്കും. ആ ഇക്വേഷൻസ് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്യും. സോ വി വിൽ വൈൻഡ് അപ്പ് ഫോർ ടുഡേ. Let's see in the next class. Till then, bye.